Hi everyone, welcome to our YouTube channel. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ്. US NCLEX-ന് അറ്റൻഡ് ചെയ്ത് ലൈസൻസ് പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ആപ്രയിലേക്ക് സ്കോർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ലായിരുന്നു. ഒരുപാട് നഴ്സസ് അതുകൊണ്ട് തന്നെ അവരുടെ സ്കോർ ട്രാൻസ്ഫർ ചെയ്യാതെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് US NCLEX-ന് എഴുതി യുഎസിന്റെ ലൈസൻസ് പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അവർക്ക് NCLEX-ന്റെ സ്കോർ ആപ്രയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് 10 വർഷത്തിനുള്ളിൽ NCLEX-ന് എഴുതിയവരാണെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് അവർക്കും ആപ്ലിക്കബിൾ ആണ്. 10 വർഷമാണ് NCLEX-ന്റെ വാലിഡിറ്റി ആയി ആപ്ര കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റ് 10 വർഷത്തിനുള്ളിൽ US NCLEX-ന് എഴുതിയവരാണെങ്കിലും നിങ്ങൾക്ക് സ്കോർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനു മുമ്പ് നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു. ഓൾറെഡി ലൈസൻസ് എടുത്തു വെച്ച കാൻഡിഡേറ്റ് ആണ് യുഎസിൽ. ആ NCLEX-ന്റെ സ്കോർ ഓസ്ട്രേലിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് നമുക്ക് ഒത്തിരിയേറെ എൻക്വയറീസ് വരുമായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെയുള്ള പ്രൊഫൈൽസ് എടുക്കുന്നുണ്ടായിരുന്നില്ല. റീസെൻ്റ്ലി നമ്മുടെ കുറച്ച് കാൻഡിഡേറ്റ്സിന് US ലൈസൻസ് എടുത്ത് വെച്ചവരുടെ സ്കോർ ഓസ്ട്രേലിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി സ്കോർ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം. വീണ്ടും ഓസ്ട്രേലിയൻ NCLEX-ന് എഴുതേണ്ട കാര്യമില്ല. അതാണ് ഇതിനകത്ത് വരുന്ന ഹൈലൈറ്റ്. US NCLEX-ന് ക്ലിയർ ചെയ്ത ആളുകളാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ആ ഒരു സ്കോർ ഓസ്ട്രേലിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ എക്സാം ആയ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് അവർക്ക് ഡയറക്റ്റ് എൻട്രിയാണ് കിട്ടുന്നത്. സെക്കൻഡ് എക്സാം എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. OSCE, ഒബ്ജക്റ്റീവ് സ്ട്രക്ചർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ. ഇതൊരു പ്രാക്ടിക്കൽ എക്സാം ആണ്. ഓസ്ട്രേലിയയിൽ നിന്ന് പോയി തന്നെയാണ് അത് അറ്റൻഡ് ചെയ്യേണ്ടത്. 2 സെൻറ്റേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സൗത്ത് ഓസ്ട്രേലിയയിലെ അഡലൈഡിലും രണ്ടാമത്തേത് വിക്ടോറിയ എന്ന സ്റ്റേറ്റിലെ മെൽബണിലും ആണ് OSCEയുടെ സെൻറ്റേഴ്സ് ഉള്ളത്. US പ്രോസസ്സ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് ഇതുവരെ ജോലിയൊന്നും കിട്ടാതെ ആളുകളാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് തന്നെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കുറേയേറെ ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് ഓസ്ട്രേലിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോബ് കിട്ടാനും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അധികം ഡിലേ ആക്കാതെ തന്നെ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സിന്റെ ഡിസിഷൻ എല്ലാവരും എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഓസ്ട്രേലിയ എന്നുള്ള ഡ്രീം കൺട്രി അച്ചീവ് ചെയ്യാവുന്നതാണ്. സാധാരണ ആപ്ര പ്രോസസ്സിംഗ് ആദ്യം മുതൽ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് ഏകദേശം 1 വർഷമൊക്കെയാണ് സമയം എടുത്തുകൊണ്ടിരുന്നത്. US NCLEX-ന് ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇതിന്റെ പകുതി സമയം മതിയാവും. സമയം മാത്രമല്ല, എക്സ്പെൻസിന്റെ കാര്യത്തിലാണെങ്കിലും അവർക്ക് അധികം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. കാരണം ഓൾറെഡി NCLEX ക്ലിയർ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ NCLEX-ന്റെ എക്സാം ഫീസും കോച്ചിങ് ഫീസും പേ ചെയ്യേണ്ടതില്ല. OSCE കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇംഗ്ലീഷിന്റെ സ്കോർ വേണ്ടത്. IELTS, OET അതല്ലാന്നുണ്ടെങ്കിൽ PTE. OSCE എക്സാം അറ്റൻഡ് ചെയ്ത് 2 മാസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് റിസൾട്ട് വരാനായിട്ട്. ആ ഒരു സമയത്ത് കോച്ചിങ് എടുത്ത് ഇംഗ്ലീഷ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താലും മതിയാവും. ഇതുപോലെ സ്കോർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഉടൻ തന്നെ പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.